നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ചാമത്തെ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആയ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നോക്കുന്നതിലൂടെ നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഏരിയ പൂർണ്ണമായും കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. നിങ്ങൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏജൻസി എന്ന് പറയുന്ന ഒരു ടേമിനെ കോൺട്രാക്റ്റ് ആക്റ്റിൽ എവിടെയും വിശദീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം കോൺട്രാക്റ്റ് ആക്റ്റിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഏജൻസിയെ നിർവചിക്കുന്നത്? നിങ്ങൾ സെക്ഷൻ 182 എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 182 ആരാണ് ഒരു ഏജന്റ് എന്നും ആരാണ് ഒരു പ്രിൻസിപ്പൾ എന്നും ഇവരുടെ ഇടയിലുള്ള ബന്ധം എന്താണെന്നും അതിൽ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സബ്സിക്വൻറ്റ് പ്രൊവിഷനുകളിൽ ഏജന്റിന്റെ റൈറ്റ്സും ഡ്യൂട്ടീസും പ്രിൻസിപ്പളിന്റെ കടമകളും അതുപോലെ ഇവരുടെ കപ്പാസിറ്റിയും മറ്റ് പ്രൊവിഷൻസ് എല്ലാം തന്നെ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആക്ടിൻ്റെ ആ ഒരു സ്കീമിൽ നിന്നുമാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്ന ടേമിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഏജൻസി? An agency is a contract whereby one person employs another to represent him or to act on his behalf. The term agency is not defined under the Contract Act. അപ്പോൾ ഒരു വ്യക്തി തനിക്ക് വേണ്ടി മറ്റൊരു വ്യക്തിയെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയുമായി ഇടപഴകുമ്പോൾ തന്നെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടോ ചുമതലപ്പെടുത്തുന്ന കരാറിനെയാണ് നമ്മൾ ഏജൻസി എന്ന് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു നിയമപരമായ ബന്ധത്തെയാണ് കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിങ്ങൾക്കൊരു സ്ഥലം വിൽക്കണമെന്ന് കരുതുക. എന്നാൽ നിങ്ങൾക്കത് നേരിട്ട് ചെയ്യാനുള്ള വൈദഗ്ധ്യമോ അല്ലെങ്കിൽ ആ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള അറിവോ അല്ലെങ്കിൽ ആ ഒരു ഇടത്തിൽ സഫീഷ്യൻ്റ് പ്രാക്ടീസോ ഇല്ലെന്ന് കരുതുക. അതിനുള്ള സമയവും നിങ്ങൾക്കില്ലെന്ന് വയ്ക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റിനെ ബന്ധപ്പെടും. അപ്പോൾ ഈ ഏജൻറ്റ് നിങ്ങൾക്ക് വേണ്ടി പൊട്ടൻഷ്യൽ ബയേഴ്സിനെ കണ്ടെത്തുകയും പ്രോപ്പറായിട്ടുള്ള വിലപേശലുകൾ നടത്തുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങളും ആ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റും തമ്മിലുള്ള സ്ഥാപിത ബന്ധത്തെയാണ് നമ്മൾ ഏജൻസി എന്ന് വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ആരാണ് ഏജന്റും പ്രിൻസിപ്പളും? സെക്ഷൻ 182 ഏജന്റിനെയും പ്രിൻസിപ്പളിനെയും ഡിഫൈൻ ചെയ്യുന്നത്. An agent is a person employed to do any act for another or to represent another in dealings with third persons. അപ്പോൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി മൂന്നാമതൊരു വ്യക്തിയുമായി ഇടപഴകുമ്പോൾ അദ്ദേഹത്തെ പ്രതിനിധീകരിക്കാനോ ചുമതലപ്പെടുത്തിയ വ്യക്തിയെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ഇനി ആരാണ് പ്രിൻസിപ്പൾ? ദി പേഴ്സൺ ഫോർ ഹൂം സച്ച് ആക്ട് ഈസ് ഡൺ ഓർ ഹൂ ഈസ് സോ റെപ്രസെൻറ്റഡ് ഈസ് കോൾഡ് ദ പ്രിൻസിപ്പൾ. അതായത് ആർക്ക് വേണ്ടിയാണോ ഏജന്റ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണോ ഏജന്റ് പ്രതിനിധീകരിക്കുന്നത്
ആ വ്യക്തിയെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉദാഹരണത്തിൽ നമ്മൾ തന്നെ പ്രിൻസിപ്പളും ആ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് നമ്മുടെ ഏജന്റും, നമുക്കിടയിലുള്ള ആ കരാറ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. അപ്പോൾ ഏജൻസി ബന്ധം ഒരു കരാറിലൂടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാറിൻ്റെ സ്വഭാവവും അതുമായി ആ വ്യക്തികൾക്കിടയിൽ വരുന്ന ഇടപഴകലുമൊക്കെ പരിശോധിച്ചാണ് അവിടെ ഒരു ഏജൻസി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ദാറ്റ് ഈസ് examination of the nature of agreement and the subsequent dealings with the parties decide whether the relationship of agency has been established or not. ഇനി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കോമൺ ആയിട്ട് ഒരു മാസ്റ്റർ സർവൻ്റ് റിലേഷൻഷിപ്പ് പഠിക്കുമ്പോഴും ഏജൻസി റിലേഷൻഷിപ്പ് പഠിക്കുമ്പോഴും പഠിക്കുന്ന മാക്സിമുകളുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ ടോർട്ടിലൊക്കെ അത് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. ക്യൂ ഫെസിറ്റ് പെർ അലിയം ഫെസിറ്റ് പെർ സെ, ഹി ഹു ഡസ് ആൻ ആക്ട് ത്രൂ അനദർ ഈസ് ഡീംഡ് ടു ഹാവ് ഡൺ ഇറ്റ് ഹിംസെൽഫ്. അതുപോലെ റെസ്പോണ്ടിയേറ്റ് സുപ്പീരിയർ, ലെറ്റ് ദി മാസ്റ്റർ ബി ഹെൽഡ് ലയബിൾ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ മാക്സിമുകളെ പറ്റി പഠിക്കുമ്പോൾ നമുക്കൊരു ഇത് ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാനായിട്ടൊരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റർ സെർവൻ്റ് റിലേഷൻഷിപ്പ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യരുത്. പ്രിൻസിപ്പളുകൾ ഏകദേശം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്, പക്ഷെ an agent is not a servant. Supreme Court in Lakshmi Narayanan Ram Gopal versus Government of Hyderabad held that though agent is bound to exercise his authority in accordance with the lawful instructions of his principal, he is not subject to direct control or supervision of the principal, whereas a servant works under the direct control and supervision of the principal. അപ്പോൾ ഒരു ഏജന്റ് ഒരു സെർവൻ്റ് അല്ല. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ സുപ്രീം കോടതി ഈ സൂചിപ്പിച്ച ലക്ഷ്മി നാരായണൻ രാം ഗോപാൽ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്ന കേസിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രം പഠിച്ചു വെച്ചാൽ മതിയായിരിക്കും. ഈ കേസ് ചോദിച്ച് കണ്ടിട്ടില്ല, വേണ്ടവർക്ക് പഠിക്കാം, നല്ലതാണ്, ഒരു ആഡഡ് നോളജ് ആണല്ലോ. അപ്പോൾ ഇവിടെ ഏജന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏജന്റിന് പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അധികാരമുണ്ട്. എന്നാൽ അയാൾ പ്രിൻസിപ്പലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിനോ അല്ലെങ്കിൽ മേൽനോട്ടത്തിനോ ഒന്നും വിധേയനല്ല. അതായത് ഏജന്റ് ജോലി ചെയ്യേണ്ട രീതിയെക്കുറിച്ച് പ്രിൻസിപ്പൽ കർശനമായിട്ട് അതിൽ കൈകടത്താറില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇടപെടാറില്ല. ഉദാഹരണത്തിന് റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഇപ്പോൾ ഏത് സമയത്ത് അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്ഥലം കാണിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വിലപേശൽ നടത്തണം എന്ന കാര്യത്തിലൊക്കെ നമുക്ക് നേരിട്ട് ഇടപെടാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിന് ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അറിവും കഴിവും വൈദഗ്ധ്യവുമുണ്ട്. അപ്പോൾ റീസണബിൾ ആയിട്ട് നമ്മൾ നമ്മുടെ ലാഭത്തെ കണ്ടുകൊണ്ട് എപ്രകാരം പെരുമാറുമോ ആ രീതിയിൽ തന്നെ പെരുമാറുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അദ്ദേഹം അത് ചെയ്യും. നമ്മളുടെ ഡയറക്റ്റ് കൺട്രോളോ സൂപ്പർവിഷനോ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ജോലി എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഏജന്റിനുണ്ട്. ഇനി ഒരു സെർവൻറ്റിൻ്റെ കാര്യം എങ്ങനെയാണ്? ഒരു ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ തൻ്റെ തൊഴിലുടമയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിനും മേൽനോട്ടത്തിനും വിധേയനായിരിക്കും. അതായത് ജീവനക്കാരൻ ചെയ്യേണ്ട ജോലി എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും തൊഴിലുടമയ്ക്ക് കർശനമായി നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ടോർട്ട് പഠിച്ചപ്പോഴും പഠിച്ചതാണ്. ഉദാഹരണത്തിന് ഒരു കമ്പനിയിലെ ജീവനക്കാരൻ തൻ്റെ മാനേജർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യസമയത്ത് ആ ഡയറക്റ്റ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ
ജോലി ചെയ്യണം. അപ്പോൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജന്റ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡയറക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ പ്രിൻസിപ്പളിന്റെ ഏജന്റിന്റെ കാര്യത്തിൽ വരുന്നില്ല. എന്നാൽ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പിൽ മാസ്റ്ററിന്റെ ഡയറക്റ്റ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോളിന്റെ അടിസ്ഥാനത്തിലാണ് സെർവന്റ് പ്രവർത്തിക്കുന്നത്. അതാണ് വ്യത്യാസം. ഇനി ക്രിയേഷൻ ഓഫ് ഏജൻസി. ഏതെല്ലാം വിധേനയാണ് ഒരു ഏജൻസി ക്രിയേറ്റ് ആവുന്നതെന്നുള്ളത്. അതിലൊന്ന് ബൈ ആക്ച്വൽ അതോറിറ്റി. ഒരു പ്രിൻസിപ്പള് തൻ്റെ ഏജന്റിന് വ്യക്തമായോ, അതായത് എക്സ്പ്രസ് ആയിട്ടോ അല്ലെങ്കിൽ പരോക്ഷമായോ ഇംപ്ലൈഡ് ആയിട്ടോ അധികാരം നൽകുമ്പോഴാണ് ഈ രീതിയിൽ ബൈ ആക്ച്വൽ അതോറിറ്റി ഒരു ഏജൻസി ഉണ്ടാവുന്നത്. ഇപ്പോൾ എക്സ്പ്രസ് അതോറിറ്റി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആക്ച്വൽ അതോറിറ്റിയെ തന്നെ നമുക്കപ്പോൾ രണ്ടായിട്ട് തിരിക്കാം, എക്സ്പ്രസ് അതോറിറ്റിയും ഇംപ്ലൈഡ് അതോറിറ്റിയും. ഇപ്പോൾ എക്സ്പ്രസ് അതോറിറ്റി നൽകുക എന്ന് പറയുമ്പോൾ ഇതൊരു കരാർ എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞുകൊണ്ടോ നേരിട്ട് നൽകപ്പെടുന്ന ഒരു അധികാരമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ വസ്തു വിൽക്കാനായിട്ട് ഒരു ഏജന്റിനെ നിയമിച്ചുകൊണ്ട് പ്രിൻസിപ്പള് ഒരു ഡീഡ് അല്ലെങ്കിൽ ആ ഒരു ഏജൻസി സ്ഥാപിക്കുന്നത്. ഇത്തരത്തിലൊരു പവർ ഓഫ് അറ്റോർണി അദ്ദേഹത്തിന് നൽകുന്നത്. അപ്പോൾ അതൊരു എക്സ്പ്രസ് അതോറിറ്റിയുടെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ ആക്ച്വൽ അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന എക്സ്പ്രസ് അതോറിറ്റി അതിലൂടെ രൂപീകൃതമാകുന്ന ഏജൻസിയാണ്. ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് നേരിട്ട് പറയാത്തതാണെങ്കിൽ കൂടി പ്രിൻസിപ്പളിന്റെ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ സർക്കംസ്റ്റാൻസസ് അതിൻ്റെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ കക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നോ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന അധികാരമാണ്. ഇപ്പോൾ എക്സ്പ്രസ് അതോറിറ്റിയും ഇംപ്ലൈഡ് അതോറിറ്റിയും ആക്ച്വൽ അതോറിറ്റിയുടെ വകഭേദങ്ങളാണ്. ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിലെ മാനേജർക്ക് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങാനായിട്ടോ ഉള്ള അധികാരം അതിൻ്റെ സ്ഥാപകൻ നേരിട്ട് നൽകിയില്ലെങ്കിൽ കൂടി മാനേജർ എന്ന നിലയിൽ ആ പ്രവൃത്തി ചെയ്യാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അവിടെ ഒരു ബൈ ഇംപ്ലിക്കേഷൻ വരുന്ന ഏജൻസിയാണത്. പിന്നെ രണ്ടാമത്തെ സാഹചര്യമാണ് ഇൻ കേസ് ഓഫ് എമർജൻസി ഓർ നെസസിറ്റി. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരാളുടെ പ്രതിനിധിയായി മുൻകൂട്ടി അനുമതിയൊന്നും വാങ്ങാതെ തന്നെ ചില അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനെയാണ് ഏജൻസി ഓഫ് നെസസിറ്റി അല്ലെങ്കിൽ ഏജൻസി ഓഫ് എമർജൻസി എന്ന് നമ്മൾ പറയുന്നത്. സാധാരണയായിട്ട് പ്രിൻസിപ്പളിനെ വലിയൊരു നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഏജൻസി രൂപം കൊള്ളുന്നത്. അതായത് ഇൻ കേസ് ഓഫ് എമർജൻസി അല്ലെങ്കിൽ നെസസിറ്റി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങൾ കുറച്ച് സാധനം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ മുഖാന്തരം അയക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇത് ഇൻ ട്രാൻസിറ്റ് ആ ട്രെയിനിൽ വെച്ച് തന്നെ അത് നശിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് കരുതുക. അപ്പോൾ ഇവിടെ ട്രാൻസ്പോർട്ട് ഏജന്റിന് നിങ്ങളെ കൃത്യസമയത്ത് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ ആ സാധനങ്ങൾ കിട്ടുന്ന വിലയ്ക്ക്, അതായത് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയാണെങ്കിൽ കൂടി ആ വിലയ്ക്ക് വിറ്റുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ടേക്കാവുന്ന വലിയ നഷ്ടം ഒഴിവാക്കാനായിട്ട് ആ ട്രാൻസ്പോർട്ട് ഏജന്റിന് അധികാരമുണ്ട്. അപ്പോൾ ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ എന്തെങ്കിലും കിട്ടുന്നതാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലെ, അതുപോലെ ആ സാധനം നഷ്ടമുണ്ടാകാത്ത വിധത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു വില നിശ്ചയിച്ച് ആ വിലയ്ക്ക് വിറ്റ് നിങ്ങൾക്കത് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ ട്രാൻസ്പോർട്ട് ഏജന്റിനും നിങ്ങൾക്കും ഇടയിൽ വരുന്ന ഏജൻസിയെയാണ് നമ്മൾ ഏജൻസി ഓഫ് നെസസിറ്റി അല്ലെങ്കിൽ ഏജൻസി ഓഫ് എമർജൻസി എന്ന് പറയുന്നത്. നമ്മൾ കോട്ടൂരിയർ വേഴ്സസ് ഹേസ്റ്റി എന്ന് പറയുന്ന ടോട്ടിലെ കേസിൽ ഇതിനെപ്പറ്റി നമ്മൾ നോക്കിയതാണ്. ഒരു ഷിപ്പിൻ്റെ കാർഗോ അത് നശിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടപ്പോൾ ഷിപ്പിൻ്റെ മാസ്റ്റർ അത് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഏജന്റ് നിങ്ങളുടെ അനുമതി ഇല്ലാതെയാണ് പ്രവർത്തിച്ചതെങ്കിൽ കൂടിയും നിയമപരമായി അതൊരു ഏജൻസി ബന്ധമായിട്ട് തന്നെ പരിഗണിക്കപ്പെടും.
അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും 3 നിബന്ധനകളാണുള്ളത്. ഒന്ന്, ഇതിൽ യഥാർത്ഥ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പറ്റണം. 2, ഏജന്റിന് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നുള്ളതും സ്ഥാപിക്കണം. പിന്നെ ഏജന്റ് പ്രിൻസിപ്പളിന്റെ നന്മയെ കരുതിയാണ് പ്രവർത്തിച്ചത്. ഒരു മലീഷ്യസ് ഇന്റൻഷനോട് കൂടിയല്ല, മറിച്ച് ബോണഫൈഡ് ബിലീഫിൽ പ്രിൻസിപ്പളിന് ഇതുകൊണ്ട് നല്ലതേ വരൂ എന്നുള്ള ബോണഫൈഡ് ബിലീഫിലായിരിക്കണം ഏജന്റ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഈ 3 സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ സ്ഥാപിതമാകുന്ന ഏജൻസി ഓഫ് നെസസിറ്റി അല്ലെങ്കിൽ ഏജൻസി ഓഫ് എമർജൻസി വാലിഡ് ആണ്. പിന്നെ മൂന്നാമത്തെ തരം ഏജൻസിയാണ് ബൈ എസ്റ്റോപ്പൽ. ഒരു പ്രിൻസിപ്പള് തൻ്റെ വാക്കുകളിലൂടെയോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലൂടെയോ അല്ലെങ്കിൽ മൗനം പാലിക്കുന്നതിലൂടെയോ മൂന്നാമതൊരു കക്ഷിയെ വിശ്വസിപ്പിക്കുകയാണ് ഒരു പ്രത്യേക വ്യക്തി തൻ്റെ ഏജന്റാണെന്ന്. പിന്നീട് ആ പ്രവൃത്തിയുടെ ബാധ്യതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഏജന്റാണ് എന്ന് പ്രിൻസിപ്പള് മൂന്നാമതൊരു വ്യക്തിയെ ധരിപ്പിച്ച വ്യക്തിയുടെ പ്രവൃത്തിയുടെ ബാധ്യതയിൽ നിന്ന് പിന്മാറാനായിട്ട് പ്രിൻസിപ്പളിന് കഴിയില്ല. ഇതാണ് എസ്റ്റോപ്പൽ, ഷട്ട് ദ മൗത്ത് എന്ന് നമ്മൾ പറയും. പിന്നീട് അത് മാറ്റി പറയാൻ പറ്റില്ല. നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നമ്മൾ സെക്ഷൻ 115 115 അടങ്ങിയിരിക്കുന്ന സിമിലർ പ്രിൻസിപ്പിൾ ബൈ എസ്റ്റോപ്പൽ. ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു പ്രിൻസിപ്പള് തൻ്റെ കടയിലെ ജീവനക്കാരൻ തൻ്റെ പേരിൽ സാധനങ്ങൾ വാങ്ങുന്നത് കണ്ടിട്ടും മറ്റൊരു വ്യക്തിയുടെ പക്കൽ നിന്നും തൻ്റെ പേരിൽ സാധനങ്ങൾ വാങ്ങുന്നത് കണ്ടിട്ടും മൗനം പാലിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നില്ല എന്ന് കരുതുക. അപ്പോൾ ഈ മൗനം കണ്ടുകൊണ്ട് മൂന്നാമതൊരു വ്യക്തി ആ ജീവനക്കാരൻ പ്രിൻസിപ്പളിൻ്റെ ഏജന്റ് ആണെന്ന് വിശ്വസിച്ച് സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് കരുതുക. പിന്നീട് പണം നൽകാതെ വരുമ്പോൾ ആ ഇടപാട് താൻ അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിന് ലയബിലിറ്റിയിൽ നിന്നും ഒഴിയാനായിട്ട് സാധിക്കില്ല. കാരണം അയാൾ ആ ജീവനക്കാരൻ്റെ പ്രവൃത്തിയെ കണ്ടിട്ടും മൗനത്തിലൂടെ അംഗീകരിക്കുകയായിരുന്നു. അപ്പോൾ ബൈ എസ്റ്റോപ്പൽ ആ വ്യക്തി തൻ്റെ ഏജന്റാണ് എന്ന തരത്തിൽ സ്ഥാപിക്കപ്പെടുകയും പ്രിൻസിപ്പളിന് പിന്നീട് ആ സ്റ്റാൻസിൽ നിന്നും മാറാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുകയും ചെയ്യും. അതാണ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. അടുത്തത് റാറ്റിഫിക്കേഷൻ. ഒരു വ്യക്തി പ്രിൻസിപ്പളിന് വേണ്ടി യാതൊരു അനുമതിയും കൂടാതെ ഒരു പ്രവൃത്തി ചെയ്യുകയും പിന്നീട് പ്രിൻസിപ്പൾ ആ പ്രവൃത്തിയെ റാറ്റിഫൈ ചെയ്യുകയും, അതായത് അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ ഉണ്ടാകുന്നു. ഇവിടെ ഈ കേസിൽ ഏജൻസി അല്ലെങ്കിൽ ഈ ഏജൻസി ബന്ധം, പ്രിൻസിപ്പളും ഏജന്റ് ആയിട്ടുള്ള ബന്ധം മുൻകാല പ്രാബല്യത്തോടെയാണ് നിലവിൽ വരുന്നത്. കാരണം ഓൾറെഡി തൻ്റെ അനുമതിയില്ലാതെ ഒരു വ്യക്തി തന്നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രവൃത്തിക്ക് പിന്നീടാണ് പ്രിൻസിപ്പൾ റാറ്റിഫിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരു റെട്രോസ്പെക്റ്റീവ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ആ ഒരു ഏജൻസി നിലവിൽ വരുന്നത്. അതായത് ആ പ്രവൃത്തി നടന്ന തീയതി മുതൽ ആ വ്യക്തി തൻ്റെ ഏജന്റ് ആയിരുന്നു എന്ന് നിയമത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ മുൻപിൽ പ്രിൻസിപ്പൾ വിളിച്ചു പറയുന്നതിന് തുല്യമാണ് സബ്സിക്വൻ്റ് ആയിട്ട് അദ്ദേഹം നടത്തുന്ന റാറ്റിഫിക്കേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പഴയ വാഹനം സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിറ്റാൽ കൊള്ളാം എന്നുള്ള തരത്തിൽ നിങ്ങളുടെ സുഹൃത്തിനോട് വെറുതെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സുഹൃത്ത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ബയേഴ്സിനെ തേടി ഒരാളുമായിട്ട് പ്രോപ്പർ ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് ഒരു വിലയൊക്കെ ഉറപ്പിച്ച് അങ്ങ് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടേംസ് കൊള്ളാൻ തോന്നുമ്പോൾ നിങ്ങൾ അതിനെ അംഗീകാരം നൽകുകയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾ പറഞ്ഞിട്ടില്ല സുഹൃത്തിനോട് ഇങ്ങനെ വിറ്റ് തരണം നീ എന്നുള്ളത്, എന്നിട്ട് കൂടി നിങ്ങളുടെ അനുമതി ഇല്ലാഞ്ഞിട്ടും സുഹൃത്ത് അങ്ങനെ ഒരു ആക്ടിന് മുതിർന്നു. ആ ആക്ടിനെ നിങ്ങൾ സബ്സിക്വൻ്റ് ആയിട്ട് റാറ്റിഫൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ നിലവിൽ വരും. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? സുഹൃത്ത് ആ പർട്ടിക്കുലർ വ്യക്തിയുമായി ഇടപെടാൻ തുടങ്ങിയ അന്ന് മുതലേ നിങ്ങൾക്കിടയിൽ ഏജൻസി ഉണ്ടായിരുന്നു എന്നാണ് നിയമപരമായി കണക്കാക്കപ്പെടുന്നത്.
അപ്പോൾ മറ്റെന്തെങ്കിലും ലയബിലിറ്റീസിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റാറ്റിഫൈ ചെയ്ത ഡേറ്റ് മുതലല്ല, എന്നാണോ സുഹൃത്ത് നിങ്ങൾക്ക് വേണ്ടി ആ ആക്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് മുതൽ നിങ്ങൾക്കും അതിൽ ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. ഇനി ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. ചില പ്രത്യേക നിയമപരമായ ബന്ധങ്ങൾ കാരണം ഏജൻസി തനിയെ രൂപം കൊള്ളാറുണ്ട്. ബൈ സർട്ടൻ എന്താണ് ലീഗൽ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്തരം ബന്ധങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ ഏജന്റായി നിയമപരമായിട്ട് പരിഗണിക്കപ്പെടുന്നു. ഉദാഹരണം പറയാനാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എടുക്കുക. ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിൽ ഓരോ പങ്കാളിയും സ്ഥാപനത്തിൻ്റെ ഏജന്റാണ്. ആ ഓരോ വ്യക്തിയും സ്ഥാപനത്തിന് വേണ്ടി നടത്തുന്ന എല്ലാ ഇടപാടുകൾക്കും മറ്റ് പങ്കാളികൾക്കും നിയമപരമായ ബാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു ഉദാഹരണമാണ്. പിന്നെ കമ്പനി ലോ എടുത്തോ. ഒരു കമ്പനിയുടെ ഡയറക്ടർമാർ ബേസിക്കലി കമ്പനിയുടെ ഏജന്റുമാരാണ്. അവർ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കമ്പനി ആണ് പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ നിയമപരമായി ബാധ്യസ്ഥൻ. പിന്നെ വിവാഹ ബന്ധം എടുത്തോളുക. ഒരു മാട്രിമോണിയൽ റിലേഷൻഷിപ്പിൽ ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഏജന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ തിരിച്ചും അപ്രകാരമാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അവർ കുടുംബത്തിന് ആവശ്യമായ സാധനങ്ങൾ കടമായിട്ട് എവിടെന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബാധ്യത ഭർത്താവിനും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാമാണ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോയുടെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി സെക്ഷൻ 183-ഉം 184-ഉം ഏജൻസി ബന്ധത്തിലെ വ്യക്തികളുടെ കപ്പാസിറ്റിയുമായി ബന്ധപ്പെട്ട സെക്ഷനുകളാണ്. സെക്ഷൻ 183 പ്രകാരം എനി പേഴ്സൺ മേ എംപ്ലോയ് ആൻ ഏജന്റ് ഹു ഈസ് മേജർ ആൻഡ് ഹു ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. അതായത് സെക്ഷൻ 183 അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു ഏജന്റിനെ നിയമിക്കാനായിട്ട് 2 പ്രധാനപ്പെട്ട യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ഒന്ന്, പ്രായപൂർത്തിയായ ആളായിരിക്കണം. അതായത് 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ ഏജന്റിനെ നിയമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു മൈനറിന് ഏജന്റിനെ നിയമിക്കാൻ നിയമപരമായിട്ട് കഴിയില്ല. കാരണം എന്താണ്? മൈനേഴ്സ് കോൺട്രാക്റ്റ് ആർ വോയിഡ് അബ് ഇനിഷ്യോ. മൈനറിന് ലീഗൽ ലയബിലിറ്റി വരില്ലെങ്കിൽ ഏജന്റിനും ആ തരത്തിലുള്ള എക്സ്ക്ലൂഷൻ കിട്ടുമല്ലോ. അപ്പോൾ അത് ഒരു പോയിന്റ്. ആൻഡ് അനദർ ഈസ് സുബോധമുള്ള ആളായിരിക്കണം. അപ്പോൾ ലീഗലി സൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കരാറിൽ ഏർപ്പെടാനായിട്ട് കഴിയൂ. അതുകൊണ്ട് തന്നെ മാനസിക നില തകരാറിലായ ഒരു വ്യക്തിക്ക് ഏജന്റിനെ നിയമിക്കാനായിട്ട് സാധിക്കില്ല. സെക്ഷൻ 183. സെക്ഷൻ 184 എന്താണ് പറയുന്നത്? എനി പേഴ്സൺ മേ ബിക്കം ആൻ ഏജന്റ് ബട്ട് ഇഫ് സച്ച് പേഴ്സൺ ഈസ് നോട്ട് ഓഫ് ദി ഏജ് ഓഫ് മജോറിറ്റി ആൻഡ് ഓഫ് സൗണ്ട് മൈൻഡ് he will not be responsible to his principal. അപ്പോൾ ഏജന്റ് ആകാൻ ആർക്കും പറ്റും. സെക്ഷൻ 184 പറയുന്നത് ആർക്കും ഒരു ഏജന്റ് ആകാൻ സാധിക്കും എന്നാണ്. എന്നാൽ ഇത്തരത്തിൽ ഏജന്റ് ആക്കപ്പെടുന്ന വ്യക്തി പ്രായപൂർത്തിയാകാത്ത ഒരാളോ അല്ലെങ്കിൽ സുബോധമുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് തൻ്റെ പ്രിൻസിപ്പളിനോട് നിയമപരമായി യാതൊരു ബാധ്യതകളും ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു മൈനർക്കോ അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് പേഴ്സണോ ഏജന്റായി പ്രവർത്തിക്കാൻ യാതൊരു നിയമ തടസ്സവുമില്ല. അവർ മൂന്നാമതൊരു കക്ഷിയുമായി പ്രിൻസിപ്പളിന് വേണ്ടി നടത്തുന്ന ഇടപാടുകൾക്ക് പ്രിൻസിപ്പൾ ബാധ്യസ്ഥനായിരിക്കും. എന്നാൽ ആ ഏജന്റ് എന്തെങ്കിലും തെറ്റ് വരുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടം വരുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് നിയമപരമായി ആ ഏജന്റിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയില്ല. കാരണം അവർക്ക് ലീഗൽ ലയബിലിറ്റീസ് ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് സെക്ഷൻ 184 പറയുന്നത്. ശ്രദ്ധിക്കുക,
ഏജൻസി സ്ഥാപിക്കണമെങ്കിൽ പ്രിൻസിപ്പള് സൗണ്ട് മൈൻഡ് ഉള്ള വ്യക്തിയുമായിരിക്കണം, മേജറും ആയിരിക്കണം. പക്ഷേ ഏജന്റ് ആകുന്ന വ്യക്തിക്ക് മേജർ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല, സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇത്തരത്തിൽ ഇല്ലാത്ത വ്യക്തികളെയാണ് ഏജന്റായിട്ട് വെക്കുന്നതെങ്കിൽ അവർക്ക് പ്രിൻസിപ്പളിനോട് യാതൊരു ബാധ്യതയും ഉണ്ടായിരിക്കില്ല. അപ്പോൾ സെക്ഷൻ 183 ആൻഡ് 184 ക്ലിയർ ആണ്. ഈ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം പഠിച്ചു വെക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ ഇനി അടുത്ത നമ്മൾ നോക്കുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മൾ കോൺട്രാക്റ്റ് ആക്ട് പഠിച്ച് തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട്. എ കോൺട്രാക്ട് വിത്തൗട്ട് കൺസിഡറേഷൻ ഈസ് വോയിഡ്. അപ്പോൾ അതിൻ്റെ എക്സെപ്ഷൻസ് നമ്മൾ പഠിച്ചപ്പോൾ അതിൽ നമ്മൾ കോട്ട് ചെയ്ത് പറഞ്ഞ ഒരു എക്സെപ്ഷനാണ് ഏജൻസി. സെക്ഷൻ 185 provides that no consideration is necessary to create an agency. അതായത് ഏജൻസി ഉണ്ടാക്കാൻ പ്രതിഫലം ആവശ്യമില്ലെന്നാണ് സെക്ഷൻ 185 നിയമം പറയുന്നത്. സാധാരണയായിട്ട് ഒരു കരാർ ഉണ്ടാക്കണമെങ്കിൽ അതിന് കൺസിഡറേഷൻ നെസസറിയാണ്, നമുക്കറിയാം, അതൊരു സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്റ് ആണ്. എന്നാൽ ഏജൻസി കരാറുകളുടെ കാര്യത്തിൽ ഈ നിയമം ആപ്ലിക്കബിൾ അല്ല. ഇറ്റ്സ് ആൻ എക്സെപ്ഷൻ. ഒരു പ്രിൻസിപ്പള് ഏജന്റിന് യാതൊരു പ്രതിഫലവും നൽകാതെ തന്നെ ഒരു കാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ പോലും ആ ഏജൻസി കരാർ നിയമപരമായി സാധുവാണ്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു വ്യക്തി ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്യുകയാണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ മൂന്നാമതൊരു വ്യക്തിയുമായിട്ടുള്ള സ്ഥാപിക്കുന്ന ബന്ധത്തിൽ എന്തെങ്കിലും ലയബിലിറ്റീസ് ഈ ഏജന്റിന് ഇൻകർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അതിന് പ്രിൻസിപ്പളിനും നിയമപരമായി ലയബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. താൻ ഈ ഏജന്റിന് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നും നൽകിയിട്ടില്ല, അതുകൊണ്ട് കൺസിഡറേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ തങ്ങൾക്കിടയിൽ വ്യക്തമായ ഒരു കരാർ വന്നിട്ടില്ല എന്ന ഡിഫൻസ് എടുക്കാൻ പ്രിൻസിപ്പളിന് സാധിക്കില്ല. അപ്പോൾ അതാണ് സെക്ഷൻ 182 പ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് നോ കൺസിഡറേഷൻ ഈസ് നെസസറി ടു ക്രിയേറ്റ് ആൻ ഏജൻസി. ഇനി നമുക്ക് അതോറിറ്റി ഓഫ് ഏജന്റ് നോക്കാം. സെക്ഷൻസ് 186, 187, 188 and 189 ഡീൽസ് വിത്ത് ഏജൻസ് അതോറിറ്റി. അതിൽ 186 ആൻഡ് 187 പറയുന്നത് നേച്ചർ ഓഫ് അതോറിറ്റിയാണ്. സെക്ഷൻ 186 provides that the authority of an agent may be express or implied. Section 187 provides that authority given by spoken or written words is known as express authority. Authority is said to be implied when it is to be inferred from the circumstances of the case. അപ്പോൾ സെക്ഷൻ 186ഉം 187ഉം ചേർത്ത് വായിക്കേണ്ട പ്രൊവിഷനുകളാണ്. അപ്പോൾ ഇതിൽ നിന്നും നേച്ചർ ഓഫ് അതോറിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി എയ്തർ എക്സ്പ്രസ് അതോറിറ്റി ഓർ ഇറ്റ് ക്യാൻ ബി അൻ ഇംപ്ലൈഡ് അതോറിറ്റി. എക്സ്പ്രസ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് വാക്കാലോ അല്ലെങ്കിൽ എഴുതിയോ നൽകപ്പെടുന്ന വ്യക്തമായ അധികാരമാണ്. ഉദാഹരണത്തിന് ഒരാളൊരു പവർ ഓഫ് അറ്റോർണി ഒപ്പിട്ട് നൽകുന്നത് എക്സ്പ്രസ് അതോറിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇംപ്ലൈഡ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് നേരിട്ട് നൽകുന്നതല്ല, എന്നാൽ കക്ഷികളുടെ പെരുമാറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ്, ആ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ അനുമാനിക്കാൻ കഴിയുന്ന അധികാരമാണ് ഇംപ്ലൈഡ് അതോറിറ്റി. ഇപ്പം നമ്മൾ ഇതിൻ്റെ കഴിഞ്ഞ സെക്ഷനിൽ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി ഇതിന് ഉദാഹരണം പറഞ്ഞതാണ്, നമ്മളിത് ഡിഫൈൻ ചെയ്തതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനുകൾ 186ഉം
187 ആണെന്ന് പഠിച്ചു വെക്കുക. ഇനി സെക്ഷൻ 188 ഡീൽസ് വിത്ത് ദി എക്സ്റ്റെൻഡ് ഓഫ് ഏജൻസ് അതോറിറ്റി. ഏജന്റിന്റെ അധികാരത്തിന്റെ വ്യാപ്തി. He can do every lawful thing which is necessary to do the act which is entrusted to him. അതായത് സെക്ഷൻ 188 അനുസരിച്ച് ഒരു ഏജന്റിന് പ്രിൻസിപ്പൽ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാനും അധികാരമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണത്തിലെ പോലെ തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, അദ്ദേഹത്തിന് പൊട്ടൻഷ്യൽ ബയേഴ്സിനെ കാണാനും അവരെ അട്രാക്റ്റ് ചെയ്യാനും അവരുമായിട്ട് വിലപേശലിൽ ഏർപ്പെടാനും കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപുള്ള എല്ലാ പ്രക്രിയകളും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തികളും അതിൻ്റെ റിക്വയർമെൻറ്റ്സും പൂർത്തിയാക്കാനും ഒരു ലാഭകരമായ കച്ചവടം പ്രിൻസിപ്പലിൻ്റെ ബിഹാഫിൽ ഉറപ്പാക്കാനുള്ള എല്ലാ നെസസറി പ്രവൃത്തികളും അദ്ദേഹത്തിന് ചെയ്യാൻ നിയമപരമായി അധികാരമുണ്ട്. അതാണ് സെക്ഷൻ 188 പ്രകാരമുള്ള ഏജന്റിന്റെ അധികാരത്തിന്റെ വ്യാപ്തി. ഇനി സെക്ഷൻ 189 ഡീൽസ് വിത്ത് ഏജന്റ്സ് അതോറിറ്റി ഡ്യൂറിംഗ് എമർജൻസി. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് he can do all such acts for the purpose of protecting his principal from loss as a person of ordinary prudence in his own case under similar circumstances would do. നമ്മൾ ടൈപ്സ് ഓഫ് ഏജൻസി നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഏജൻസി ഇൻ കേസ് ഓഫ് എമർജൻസി അല്ലെങ്കിൽ ഡ്യൂറിങ് നെസസിറ്റി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനെ കൂടി സൂചിപ്പിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 189. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ എക്സ്പ്രസ് ആയിട്ടൊരു ഏജൻസി ഇല്ലാഞ്ഞിട്ട് കൂടി, ടൈപ്പ് ഓഫ് ഏജൻസി പഠിച്ചപ്പോൾ എക്സ്പ്രസ് ആയിട്ടൊരു ഏജൻസി ഇല്ലാഞ്ഞിട്ട് കൂടി സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അടിയന്തര സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് രണ്ട് വ്യക്തികൾക്കിടയിൽ വരുന്ന ഏജൻസിയെ ഏജൻസി ബൈ നെസസിറ്റി അല്ലെങ്കിൽ എമർജൻസി എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ ഓൾറെഡി ഒരു ഏജന്റിനെ ഒരു പ്രിൻസിപ്പൾ ഒരു കാര്യത്തിന് എൻട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏജന്റിന് അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റെന്തെങ്കിലും എമർജൻസികൾക്ക് എന്ത് തരം വ്യാപ്തിയാണ് അദ്ദേഹത്തിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാണ് 189 പറയുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്? ഹി ക്യാൻ ഡു ഓൾ സച്ച് ആക്ട് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊട്ടക്ടിങ് ഹിസ് പ്രിൻസിപ്പൽ ഫ്രം ലോസ് ആസ് എ പേഴ്സൺ ഓഫ് ഓർഡിനറി പ്രൂഡൻസ് ഇൻ ഹിസ് ഓൺ കേസ് അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ് വുഡ് ഡു. അതായത് എന്താണ്? ഒരു സാധാരണക്കാരൻ, ഒരു റീസണബിൾ മാൻ അടിയന്തര സാഹചര്യങ്ങളിൽ തൻ്റെ സ്വന്തം കാര്യത്തിൽ എങ്ങനെ പെരുമാറുമോ അതുപോലെ അല്ലെങ്കിൽ സമാനമായ സാഹചര്യങ്ങളിൽ ഒരു സാധാരണ റീസണബിൾ മാൻ തനിക്ക് തൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ഇദ്ദേഹത്തിന് പ്രിൻസിപ്പലിൻ്റെ നഷ്ടം തടയാൻ ഈ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിലും ചെയ്യാം, ഒരു എമർജൻസി സാഹചര്യത്തിലും ചെയ്യാം എന്നാണ് സെക്ഷൻ 189 പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോർട്ടില കേസ്, കോട്ടൂരിയർ വേഴ്സസ് ഹാസ്റ്റി എന്ന് പറയുന്ന ആ കേസിൽ എന്താണ്? ഒരു കപ്പലിൽ സൂക്ഷിച്ചിരുന്ന നശിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു പെരിഷബിൾ ഗുഡ്സ്, അവയെ കേടാകാൻ സാധ്യതയുണ്ടെന്ന് ഏജന്റിന് മനസ്സിലായി കഴിഞ്ഞാൽ പ്രിൻസിപ്പളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ എത്രയും പെട്ടെന്ന് വിറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ നഷ്ടത്തിൽ നിന്നും പ്രിൻസിപ്പളിനെ സംരക്ഷിക്കാനായിട്ട് ഏജന്റിന് അധികാരമുണ്ട്. ഇവിടെ ഏജന്റ് ഒരു റീസണബിൾ മാൻ തൻ്റെ സ്വന്തം സാധനങ്ങൾ കേടാകാതിരിക്കാൻ എടുക്കുന്ന അതേ മുൻകരുതലുകൾ എടുക്കുന്നത് പോലെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. അതാണ് സെക്ഷൻ 189 ഏജന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഡെലിഗേഷൻ ബൈ ഏജന്റ്. സെക്ഷൻ 190 provides that an agent cannot lawfully employ another to perform acts
which he has expressly or impliedly undertaken to perform personally, unless by ordinary custom of trade a subagent may, or from the nature of agency, a subagent must be employed. ഇപ്പൊ എന്താണ് ഡെലിഗേഷൻ ബൈ സബേജന്റ്? ഒരു ഏജന്റിന് താൻ ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ തന്നിൽ നിക്ഷിപ്തമായ ആ ജോലി മറ്റൊരാളെ ഏൽപ്പിക്കാൻ കഴിയുമോ എന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 190 പറയുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഒരാളെ ഒരു പ്രിൻസിപ്പള് മറ്റൊരു വ്യക്തിയെ ഏജന്റായി നിയമിക്കുന്നത് ആ ഏജന്റിന്റെ കഴിവിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള വിശ്വാസത്തിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമോ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പളിന് അദ്ദേഹത്തിനോടുള്ള താല്പര്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തൻ്റെ പ്രധാന ചുമതലകൾ മറ്റൊരാൾക്ക് കൈമാറാൻ ഒരു ഏജന്റിന് നിയമപരമായി കഴിയില്ല. ഇതിനെ നമ്മൾ എന്താണ് ഡെലിഗേറ്റസ് നോൺ പൊട്ടസ്റ്റ് ഡെലിഗേറ്റ്, വിച്ച് മീൻസ് എ ഡെലിഗേറ്റി കനോട്ട് ഫർദർ ഡെലിഗേറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ തത്വം ഉപയോഗിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അധികാരം ലഭിച്ച ഒരാൾക്ക് ആ അധികാരം വീണ്ടും മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയില്ല. എ ഡെലിഗേറ്റി, അധികാരം ലഭിച്ച ആൾ, അതായത് ഏജന്റ്, ഹി കനോട്ട് ഫർദർ, ആ അധികാരം വീണ്ടും മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല. ഹി കനോട്ട് ഫർദർ ഡെലിഗേറ്റ്. ഇനി സെക്ഷൻ 190 പക്ഷേ എപ്പോഴൊക്കെ ഏജന്റിന് ഇത്തരത്തിൽ തന്നിൽ നിക്ഷിപ്തമായ ആ ജോലി അത് കൈമാറാൻ സാധിക്കും എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജനറൽ പ്രിൻസിപ്പിളിന്, ഈ ഒരു ജനറൽ മാക്സിമിന് നമുക്ക് സെക്ഷൻ 190 കുറച്ച് എക്സെപ്ഷൻസ് കൂടി കാണും. അപ്പോൾ അതെന്തൊക്കെയാണ്? ഒന്ന്, ബൈ ഓർഡിനറി കസ്റ്റം ഓഫ് ട്രേഡ്, അതായത് വ്യാപാരത്തിലെ സാധാരണ രീതി അപ്രകാരം പറയുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില പ്രത്യേകതരം ബിസിനസ്സുകളിൽ ഒരു ഏജന്റ് തൻ്റെ ജോലി മറ്റൊരു ഏജന്റിന് കൈമാറുന്നത് വളരെ സാധാരണമാണ്. ഇപ്പോൾ എന്താ പറയണ്ടേ, ഒരു ഷിപ്പിംഗ് ഏജന്റ് മറ്റൊരു ഏജന്റിനെ ആ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നത് ആ ഒരു ഓർഡിനറി കസ്റ്റം ഓഫ് ട്രേഡിന്റെ ഭാഗമാണ്. അപ്പോൾ അത് സാധ്യമാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്താണ്? ഓർ ഫ്രം ദ നേച്ചർ ഓഫ് ഏജൻസി എ സബ് ഏജന്റ് മസ്റ്റ് ബി എംപ്ലോയിഡ്. ഇപ്പോൾ ഏജൻസിയുടെ സ്വഭാവം കണക്കിലെടുത്ത് ഇപ്പോൾ ചില ജോലികൾ ചെയ്യാൻ ഒരു ഏജന്റിന് മറ്റൊരു ഏജന്റിന്റെ സഹായം നിർബന്ധമായി വേണ്ടി വന്നേക്കാം. ഇപ്പൊ ഇതിനൊരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു ഷിപ്പിംഗ് കമ്പനി അവരുടെ ഗുഡ്സ് പല തുറമുഖങ്ങളിലായിട്ട് ഇറക്കുന്നതിനും ക്ലിയറൻസ് ചെയ്യുന്നതിനുമൊക്കെ ഒരു കസ്റ്റംസ് ക്ലിയറിംഗ്സ് ഏജന്റിനെ സ്ഥാപിക്കുന്നു എന്ന് കരുതുക, അല്ലെങ്കിൽ അയാളെ ചുമതലപ്പെടുത്തുന്നു എന്ന് കരുതുക. അപ്പൊ ഇവിടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പോർട്ടിൽ നേരിട്ട് പോയി രേഖകൾ സമർപ്പിക്കാനും ഗുഡ്സിനെ ക്ലിയർ ചെയ്യാനും അല്ലെങ്കിൽ അതിനെ നീക്കാനും ഒക്കെ ലൈസൻസ് ഉള്ള ഒരു പ്രാദേശിക ജീവനക്കാരൻ്റെ സേവനം കൂടി അനിവാര്യമാണ്. അപ്പോൾ ഒരേ സമയത്ത് പല പോർട്ടുകളിൽ ഈ ഷിപ്പിംഗ് കമ്പനിക്ക് സാധനങ്ങൾ ഇറക്കേണ്ടത് കൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഇവിടുത്തെ കസ്റ്റംസ് ക്ലിയറിംഗ് ഏജന്റ്, അതായത് ഷിപ്പിംഗ് കമ്പനി ഒറിജിനലായിട്ട് സ്ഥാപിച്ച ആ ഏജന്റിന് മറ്റ് സബ് ഏജന്റുമാരെ ഇത്തരത്തിൽ ആ ലോക്കലായിട്ട് പ്രാദേശിക ലൈസൻസ് ഉള്ള ഒരു ജീവനക്കാരനെ നിയമിക്കാനായിട്ട് നിയമപരമായി സാധിക്കും. ഇവിടെ ഷിപ്പിംഗ് കമ്പനി അനുവദിച്ചില്ലെങ്കിൽ കൂടി എന്താണ്, ഏജന്റ് ചെയ്യുന്ന ആ ജോലിയുടെ സ്വഭാവം കാരണം സബ് ഏജന്റിന്റെ സേവനം അനിവാര്യമായതുകൊണ്ട് ആ അപ്പോയിൻമെന്റ് സാധുതയുള്ളതാണ്, വാലിഡ് ആണ്. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ മാത്രമാണ് നിയമപരമായിട്ട് സെക്ഷൻ 190 പ്രകാരം ഒരു ഏജന്റിന് തൻ്റെ ചുമതലകൾ മറ്റൊരു വ്യക്തിക്ക് നൽകാൻ നിയമപരമായി സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ചുമതല ലഭിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ സബ് ഏജന്റ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. മാക്സിമം ഓർത്ത് വയ്ക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻ സെക്ഷൻ 190 പറയുന്നത് ഓർക്കുക, അതിൻ്റെ എക്സെപ്ഷൻസും 190 തന്നെ പറയുന്നുണ്ട്, അതുകൂടി പഠിച്ചു വയ്ക്കുക. സോ
ഡെലിഗേറ്റസ് നോൺ പൊട്ടസ്റ്റ് ഡെലിഗേർ എന്ന് പറയുന്ന മാക്സിമിൻ്റെ സെക്ഷൻ 190യിലുള്ള മാനിഫെസ്റ്റേഷനും ഏതെല്ലാം സാഹചര്യങ്ങളാണ് അതിന് എക്സംഷൻസ് ആയിട്ട് സെക്ഷൻ 190യിൽ തന്നെ കൊടുക്കുന്നതെന്നും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ ആ എക്സെപ്ഷൻസിൽ ഏജൻറ്റിന് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തൻ്റെ കർത്തവ്യം സബ് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയെ സബ് ഏജൻ്റ് എന്നാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ സബ് ഏജൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ വരുന്ന സെക്ഷനുകളാണ് സെക്ഷൻ 191, 192 ആൻഡ് 193. ഇപ്പോൾ ഇതിൽ സബ് ഏജൻ്റ് ആരാണെന്നും അവരുടെ നിയമപരമായ ബാധ്യതകൾ എന്തെല്ലാമാണെന്നും കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സെക്ഷൻ 191 defines a sub-agent as a person employed by and acting under the control of the original agent in the business of the agency. അതായത് ഒരു ഒറിജിനലി അപ്പോയിൻറ്റഡ് ഏജൻറ്റ് തനിക്ക് ലഭിച്ച തൻ്റെ കർത്തവ്യത്തിൽ സഹായത്തിനായി നിയമിക്കുന്നതും തൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയാണ് സബ് ഏജൻ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് സബ് ഏജൻറ്റിനെ നിയമിക്കുന്നത് പ്രിൻസിപ്പൽ അല്ല, മറിച്ച് ഏജൻറ്റ് തന്നെയാണ്. സബ് ഏജൻറ്റ് പ്രധാന ഏജൻറ്റിൻ്റെ കീഴിലാണ് സെക്ഷൻ 191ലെ ഡെഫിനിഷൻ പ്രകാരം പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. എംപ്ലോയിഡ് ബൈ ദ ഏജൻറ്റ് ആൻഡ് ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഒറിജിനൽ ഏജൻറ്റ്. ഇനി സബ് ഏജൻറ്റിൻ്റെ നിയമപരമായ ബാധ്യതകൾ എന്തെല്ലാമാണ്? ബേസിക്കലി ഒരു സബ് ഏജൻറ്റിൻ്റെ നിയമപരമായ ബാധ്യതകൾ അയാൾ ശരിയായ രീതിയിലാണോ നിയമിക്കപ്പെട്ടത് അതോ ശരിയായ രീതിയിലല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സോ സെക്ഷൻ 192 provides that the acts of sub-agents properly appointed regarding third person are binding on the principal. Agent is also responsible to the principal for the acts of the sub-agent. Sub-agent is responsible for his acts to the agent but not to the principal, except in cases of fraud or willful wrong. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സെപ്ഷൻസ് പ്രകാരം ഒരു ഏജൻറ്റിന് സബ് ഏജൻറ്റിനെ നിയമിക്കാനായിട്ട് നിയമപരമായി അധികാരമുണ്ടെങ്കിൽ ആ നിയമനം സാധുതയുള്ളതാണെങ്കിൽ സെക്ഷൻ 192 പ്രകാരം പ്രോപ്പറായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട ഒരു സബ് ഏജൻറ്റിൻ്റെ പ്രവൃത്തികൾ പ്രിൻസിപ്പളിനെ ബന്ധിപ്പിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പളിനും ഇത് ബാധ്യത ഉണ്ടാക്കുന്നതാണ്. അതായത് സബ് ഏജൻറ്റ് സെക്ഷൻ 192 പ്രകാരം മൂന്നാമതൊരു കക്ഷിയുമായി നടത്തുന്ന ഇടപാടുകൾക്ക് പ്രിൻസിപ്പളും ഉത്തരവാദിയായിരിക്കും. ഇനി ഇവിടെ ഏജൻറ്റിൻ്റെ കൂടി റെസ്പോൺസിബിലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. പ്രോപ്പർലി അപ്പോയിൻറ്റഡ് ആണ് 192 എന്ന് മനസ്സിലാക്കുക, പഠിച്ചു വയ്ക്കുക. ഏജൻറ്റിൻ്റെ ബാധ്യത എന്താണ്? സബ് ഏജൻറ്റിൻ്റെ പ്രവൃത്തികൾക്ക് ഏജൻറ്റ് പ്രിൻസിപ്പളിനോട് ഉത്തരവാദിയാണ്. അപ്പോൾ സബ് ഏജൻറ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏജൻറ്റിനാണ് പ്രിൻസിപ്പളിനോട് മറുപടി പറയേണ്ട ബാധ്യതയുള്ളത്. അതും 192ൽ തന്നെ പറയുന്നതാണ്. പിന്നെ സബ് ഏജൻറ്റിൻ്റെ ബാധ്യത എന്താണ്? സബ് ഏജൻറ്റ് തൻ്റെ പ്രവൃത്തികൾക്ക് ഏജൻറ്റിനോട് മാത്രമാണ് ഉത്തരവാദിയാകുന്നത്. പ്രിൻസിപ്പളിനോട് സബ് ഏജൻറ്റിന് നേരിട്ട് ബാധ്യതയില്ല. എന്നാൽ സബ് ഏജൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വഞ്ചനയോ, അതായത് ഫ്രോഡോ അല്ലെങ്കിൽ വിൽഫുൾ റോങ്, ബോധപൂർവം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് നേരിട്ട് സബ് ഏജൻറ്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. അല്ലാത്ത പക്ഷം സബ് ഏജൻറ്റ് ഏജൻറ്റിനോടാണ് റെസ്പോൺസിബിൾ. സബ് ഏജൻറ്റിൻ്റെ ആക്റ്റുകൾക്ക് ഏജൻറ്റ്
പ്രിൻസിപ്പലിനോട് ലയബിൾ ആയിരിക്കും. മൂന്നാമത്തെ പാർട്ടികളെ, തേർഡ് പാർട്ടീസിനെ കണക്കാക്കുമ്പോൾ സബ് ഏജൻറ്റിൻ്റെ ആക്റ്റുകൾക്ക് പ്രോപ്പർലി അപ്പോയിൻറ്റഡ് ആണെങ്കിൽ ദേ ആർ ബൈൻഡിങ് ഓൺ ദ പ്രിൻസിപ്പൽ. ഈ 3 കാര്യങ്ങളാണ് സെക്ഷൻ 192ൻ്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി പ്രോപ്പറായിട്ടല്ല അപ്പോയിന്റ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഡ്യൂലി അപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ എന്തായിരിക്കും പരിണിതഫലം? സെക്ഷൻ 193 provides that where a sub-agent is appointed without authority, the principal and such sub-agent are not responsible to each other. Agent in such case becomes responsible to both the principal and to third persons. അപ്പോൾ ഏജന്റിന് സബ് ഏജന്റിനെ നിയമിക്കാൻ അധികാരമില്ലെങ്കിൽ ആ സാഹചര്യത്തിലാണ് ഏജന്റ് സബ് ഏജന്റിനെ നിയമിക്കുന്നതെങ്കിൽ ആ നിയമനം ഇൻവാലിഡ് ആണ്, അത് അസാധുവാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സെക്ഷൻ 193 അനുസരിച്ച് എന്താണ്, സബ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ ഒരു നിയമപരമായ ബന്ധവും സ്ഥാപിക്കപ്പെടുന്നില്ല. ശ്രദ്ധിക്കണം, സബ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ പരസ്പരം അവർക്കിടയിൽ നിയമപരമായ ഒരു തരത്തിലുള്ള ബന്ധവും സ്ഥാപിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ പരസ്പരം ഉത്തരവാദികളായിരിക്കില്ല. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാ ഉത്തരവാദിത്വവും ആർക്കാണ്? ഏജന്റിൻ്റേതായിരിക്കും. അതായത് ഏജന്റ് പ്രിൻസിപ്പളിനോടും ഈ സബ് ഏജന്റ് ഇടപെടുന്ന മൂന്നാമത്തെ കക്ഷികളോടും ഇത്തരത്തിൽ ഏജന്റ് ഡയറക്റ്റ്ലി ഉത്തരവാദിയായിരിക്കും. സബ് ഏജന്റ് നടത്തുന്ന എല്ലാ ഇടപാടുകളുടെയും നിയമപരമായ ബാധ്യത ഏജന്റിനാണ്. അപ്പോൾ ഈ ഡ്യൂലി അപ്പോയിൻറ്റഡ് അല്ലാത്ത സബ് ഏജന്റിനെ എപ്രകാരമാണ്, മൂന്നാമതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പ് എന്നുള്ള തരത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ പ്രിൻസിപ്പളിനെ ആ മൂന്നാമത്തെ വ്യക്തിയുമായുള്ള ഇടപാടുകളിൽ യാതൊരു തരത്തിലും ഈ ഡ്യൂലി അപ്പോയിൻറ്റഡ് അല്ലാത്ത സബ് ഏജന്റിൻ്റെ ആക്റ്റുകൾ ബൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതെല്ലാമാണ് സെക്ഷൻ 193ൽ പ്രതിപാദിക്കുന്നത്. സോ സബ് ഏജന്റുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടും റെസ്പോൺസിബിലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടും വരുന്ന പ്രധാനപ്പെട്ട സെക്ഷനുകളാണ് 191, 192 ആൻഡ് 193. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. ശ്രദ്ധിക്കണം, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. സബ് ഏജന്റിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ഏജന്റ് തന്നെയാണ്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. സെക്ഷൻ 194 provides for substituted agent. A substituted agent is an agent of the principal for such part of the business of the agency as is entrusted to him, though he is nominated by the original agent. So, ഏജൻസി ബിസിനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ചെയ്യാനായിട്ട് ഒരു പ്രധാന ഏജന്റ് തന്നെ മറ്റൊരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുമ്പോൾ, ശ്രദ്ധിക്കുക, അപ്പോയിന്റ് ചെയ്യുകയല്ല, നോമിനേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. സെക്ഷൻ 194 പ്രകാരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് പ്രിൻസിപ്പളിൻ്റെ തന്നെ ഏജന്റാണ്. നമ്മുടെ സബ് ഏജന്റിന്റെ കേസിൽ കണ്ടതുപോലെ പ്രധാന ഏജന്റിൻ്റെതല്ല. അപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. സബ് ഏജന്റിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നതും ഹീസ് ആക്ടിങ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഒറിജിനൽ ഏജന്റ്. എന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന്റെ കാര്യത്തിൽ സെക്ഷൻ 194 പ്രകാരം നോമിനേറ്റ് മാത്രമാണ് ഏജന്റ് ചെയ്യുന്നത്. തോ he is considered an agent of the principal himself. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും പ്രിൻസിപ്പളും തമ്മിൽ നേരിട്ടുള്ള ഒരു ബന്ധമുണ്ട്. സബ് ഏജന്റ് പ്രധാന ഏജന്റിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്
പ്രിൻസിപ്പലിന്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ വ്യക്തി തൻ്റെ വീട് വിൽക്കാനായിട്ട് ഒരു ഏജന്റിനെ ചുമതലപ്പെടുത്തുന്നു എന്ന് കരുതുക. അപ്പോൾ വീട് വിൽക്കുന്നതിൻ്റെ ഭാഗമായി ആവശ്യമായ നിയമപരമായ രേഖകൾ തയ്യാറാക്കാനായിട്ട് ഒരു അഭിഭാഷകന്റെ സേവനം ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഈ വീട് വിൽക്കാൻ ഏൽപ്പിച്ച ഏജന്റ് ഒരു പർട്ടിക്കുലർ അഭിഭാഷകനെ നോമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇത്തരത്തിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ഈ അഭിഭാഷകൻ വീടിൻ്റെ രേഖകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ ഏജന്റിന്റെ സബ് ഏജന്റ് അല്ല, മറിച്ച് വീട്ടുടമസ്ഥന്റെ തന്നെ ഡയറക്റ്റ് ഏജന്റാണ്. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റിന്റെ പ്രത്യേകത. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്, ഞാൻ വീണ്ടും പറയുകയാണ്, ഏജന്റിന്റെ പ്രിൻസിപ്പളിന്റെ തന്നെ ഏജന്റാണ്, നോമിനേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഒറിജിനൽ ഏജന്റ്. എന്നാൽ സബ് ഏജന്റിന്റെ കാര്യത്തിൽ എന്താണ്? ഏജന്റിന്റെ, ഒറിജിനൽ ഏജന്റിന്റെ തന്നെ നിയന്ത്രണത്തിലും അതുപോലെ അദ്ദേഹത്തിന്റെ കൺട്രോളിലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് സബ് ഏജന്റ്. അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളും 190ന്റെ കീഴിൽ നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമവ്യവസ്ഥകളും പഠിച്ചു. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് സബ് ഏജന്റ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ്. മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നേരത്തെ ഏജൻസികൾ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് പറഞ്ഞപ്പോൾ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്നുള്ളതിനെ പറ്റി പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷനാണ് സെക്ഷൻ 196ഉം 197ഉം. ഇതിവിടെ ചേർത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെക്ഷനുകൾ ഓർഡറിൽ തന്നെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ സെക്ഷൻ 196 provides that ratification makes the act authoritative, and section 197 provides it may be express or implied. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ മാത്രമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏജന്റിന്റെ എന്തെങ്കിലും ആക്ടുകൾ, ഓൾറെഡി സ്ഥാപിതമായിട്ടുള്ള ഏജൻസിയിൽ ഏജന്റിന്റെ എന്തെങ്കിലും ആക്ടുകൾ പ്രിൻസിപ്പള് സമ്മതം മൂളുകയാണ്, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ മൗനം പാലിക്കുകയാണ്. ആ സാഹചര്യങ്ങളിൽ വരുന്ന റാറ്റിഫിക്കേഷനും ഈ സെക്ഷനുകളുടെ പർവ്യൂവിലാണ് വരുന്നത്. 196 എന്താണ് റാറ്റിഫിക്കേഷൻ എന്നും അതിന് എപ്രകാരമാണ് ആ ഒരു ആക്ടിനെ അധികാരപ്പെടുത്തുന്നതെന്നുമാണ് 196 പറയുന്നത്. ക്ഷമിക്കണം, 197 ഇത് എക്സ്പ്രസ് ആയിട്ടോ അല്ലെങ്കിൽ ബൈ ഇംപ്ലിക്കേഷനോ ആവാം എന്നും വിശദമാക്കുന്നു. ആ സെക്ഷനുകൾ കൂടി പഠിച്ചു വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ടെർമിനേഷൻ ഓഫ് ആൻ ഏജൻസി. ഒരു ഏജൻസി കരാറ് അവസാനിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളെ പറ്റിയാണ് സെക്ഷൻ 201 പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 201 provide for termination of agency. Under the following circumstances, an agency is terminated. ഇതിൽ ഒന്നാമത്തത് when principal revokes agent's authority. അതായത് പ്രിൻസിപ്പള് അധികാരം പിൻവലിക്കുമ്പോൾ, റിവോക്ക് ചെയ്യുമ്പോൾ, പ്രിൻസിപ്പളിന് താൻ ഏജന്റിന് നൽകിയ അധികാരം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ അധികാരം പിൻവലിക്കുന്നതിലൂടെ ഏജൻസി അവസാനിക്കും. അതാണ് ഒരു രീതി. 2, when agent renounces the business of the agency. അതായത് ഏജന്റ് ജോലി ഉപേക്ഷിക്കുമ്പോൾ ഏജന്റിന് ഏജൻസി കരാറിൽ നിന്നും പിന്മാറാനും തൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടാസ്ക് അത് ഉപേക്ഷിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഏജൻസി അവസാനിപ്പിക്കപ്പെടുന്നു. 3,
when business of agency has completed. അതായത് ഏജൻസി ബിസിനസ് പൂർത്തിയാകുമ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഏജൻസി രൂപീകരിക്കപ്പെടുന്നത്. ആ ജോലി പൂർത്തിയാകുമ്പോൾ ഏജൻസി കരാറും സ്വാഭാവികമായും അവസാനിക്കും. ഉദാഹരണത്തിന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സൈറ്റ് ചെയ്ത സ്ഥലം വിൽപ്പനയ്ക്കുള്ള ഏജൻസി, അത് ആ വിൽപ്പന പൂർത്തിയാകുമ്പോൾ അവിടം കൊണ്ട് അവസാനിക്കും. ഇനി 4, when either the principal or the agent died or become unsound mind. പ്രിൻസിപ്പലിൻ്റെയോ ഏജന്റിൻ്റെയോ മരണം അല്ലെങ്കിൽ മാനസിക നിലയിൽ വരുന്ന മാറ്റം. ഏജൻസി കരാറിൽ ഏർപ്പെട്ട പ്രിൻസിപ്പളോ ഏജന്റോ മരണപ്പെടുകയോ അല്ലെങ്കിൽ അവരുടെ മാനസിക നില തെറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടം കൊണ്ട് ഏജൻസി ടെർമിനേറ്റ് ആവും. കാരണം ഒരു കരാറിൽ ഏർപ്പെടാനുള്ള നിയമപരമായ ശേഷി അവർക്ക് അതിലൂടെ നഷ്ടപ്പെടും. 5, when principal is adjudicated as an insolvent. പ്രിൻസിപ്പൾ ഇൻസോൾവെന്റ് ആവുമ്പോൾ പ്രിൻസിപ്പളിനെ കോടതി ഇൻസോൾവെന്റ് ആയി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതായത് കടബാധ്യതകൾ തീർക്കാനായിട്ട് കഴിവില്ലാത്ത ഒരു വ്യക്തിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏജൻസി കരാറ് സാധാരണയായി ആ ഒരു അഡ്ജൂഡിക്കേഷനോട് കൂടി തന്നെ അവസാനിക്കും. കാരണം ഇൻസോൾവെന്റ് ആയ ഒരു വ്യക്തിക്ക് നിയമപരമായ ഇടപാടുകൾ നടത്താനായിട്ട് പരിമിതികളുണ്ട്. അപ്പോൾ 5ാമത്തെ മോഡാണ് when principal is adjudicated as an insolvent. ഇപ്പം ഈ 5 സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ ഒരു ഏജൻസി കരാറ് നിയമപരമായി അവസാനിക്കുന്നു. സോ termination of an agency is dealt with expressly under section 201. ഇനി section 202 provides that where agent has an interest in the subject matter of agency, the agency, in the absence of an express contract, cannot be terminated to the prejudice of such interest. ഇപ്പോൾ ഏജൻസി ടെർമിനേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 202. ഇവിടെ 202-ൽ ഏജന്റിന് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഏജൻസിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ഏജൻസി ബിസിനസ്സിൽ 202 പ്രകാരം ഏജൻസി ബിസിനസ്സിൽ ഏജന്റിന് നേരിട്ട് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യത്തിന് കോട്ടം വരുത്തുന്ന രീതിയിൽ ഏജൻസി ടെർമിനേറ്റ് ചെയ്യാൻ, അതായത് അവസാനിപ്പിക്കാനായിട്ട് പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ വസ്തു വിൽക്കാൻ വേണ്ടി ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഈ വസ്തു വിറ്റ് കിട്ടുന്ന പണം ഈ ഏജന്റായിട്ട് തന്നെ നിൽക്കുന്ന വ്യക്തിക്ക് ഈ ഏൽപ്പിക്കുന്ന വ്യക്തി, സേ ഫോർ എക്സാമ്പിൾ എ ആണ് ബിയെ ഏജന്റായിട്ട് വെക്കുന്നത്. അപ്പോൾ എ ഓൾറെഡി ബിക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് ഒരു കടത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ എ ബിയോട് പറയുകയാണ്, നീ എൻ്റെ ഈ വസ്തു ഒന്ന് വിറ്റ് തരണം, എന്നിട്ട് കിട്ടുന്ന പൈസയിൽ നിന്റെ കടം തീർത്തതിന് ശേഷം അല്ലെങ്കിൽ നിന്റെ അക്കൗണ്ട് സെറ്റിലായതിനു ശേഷം ബാക്കി പണം എനിക്ക് തന്നാൽ മതിയാകും. അപ്പം ഇവിടെ ഇവർക്കിടയിൽ വരുന്ന ഈ കരാറ് ഒരു ഏജൻസി ആണെങ്കിൽ കൂടി ഇതിൽ ബിക്ക് വ്യക്തിപരമായ ഒരു ഇൻട്രസ്റ്റ് കൂടി ഉണ്ട്. കാരണം തനിക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് എ നൽകാനുള്ള ഡെപ്റ്റ് ഇതിലൂടെ ക്ലിയർ ചെയ്യുക എന്ന ആ ഒരു ഇൻട്രസ്റ്റ് കൂടി കണക്കിലെടുത്ത് ബിയുടെ ആ ഇൻട്രസ്റ്റിന് വിരുദ്ധമായി എക്ക് ഈ കോൺട്രാക്റ്റ് ഓഫ് ഏജൻസിയെ ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് സെക്ഷൻ 202-ൽ പറയുന്നത്. ഇനി സെക്ഷൻ
203 provides that the principal may revoke the authority given to his agent at any time before the authority has been so exercised so as to bind the principal. അപ്പോൾ 203 ഏജന്റ് പ്രിൻസിപ്പലിനെ ഈ ഒരു പർട്ടിക്കുലർ വ്യക്തിയുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ ലയബിൾ ആക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും ഏജന്റിന് നൽകിയ അധികാരം പിൻവലിക്കാനായിട്ട് പ്രിൻസിപ്പലിന് സാധിക്കും. പ്രിൻസിപ്പൽ may revoke at any time before the authority has been exercised so as to bind the principal. ഇനി section 205 provides that where an agency is created for a definite period of time, the principal must make compensation to the agent or the agent to the principal, as the case may be, for any previous revocation or renunciation of agency without sufficient cause. അതായത് ഒരു ഏജൻസി സ്ഥാപിതമാകുന്നത് ഒരു പർട്ടിക്കുലർ കാലയളവിലേക്കാണെങ്കിൽ ആ ടൈം പീരീഡ് തീരുന്നതിന് മുൻപ് പ്രിൻസിപ്പള് ഏജൻസിയെ റിവോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏജന്റ് ആ ഏജൻസിയിൽ നിന്നും ആ ടാസ്കിൽ നിന്നും റിനൗൺസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ടൈം പീരീഡിനുള്ളിൽ സഫിഷ്യൻ്റ് കോസ് ഇല്ലാതെ എയ്തർ പാർട്ടി ഈ പ്രവൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ മറ്റേ പാർട്ടിക്ക് തത്തുല്യമായ കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് ആരാണോ വീഴ്ച വരുത്തുന്നത്, അത് റിവോക്കേഷൻ നടത്തുന്ന പ്രിൻസിപ്പൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ റിനൗൺസിയേഷൻ നടത്തുന്ന ഏജന്റ് ആയിക്കോട്ടെ, ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിക്കുന്നത് ആ വീഴ്ച വരുത്തുന്ന വ്യക്തി മറ്റേ വ്യക്തിക്ക് കൃത്യമായി കോമ്പൻസേഷൻ നൽകിയിരിക്കണം. അതാണ് സെക്ഷൻ 205 പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിലേക്കാണ് ഏജൻസി എന്നുണ്ടെങ്കിൽ, അതായത് നിശ്ചിത സമയത്തേക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു പർട്ടിക്കുലർ വസ്തുവിൻ്റെ അല്ലെങ്കിൽ വസ്തുക്കളുടെ വാടക തുക പിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ നിയമിക്കുന്നു എന്ന് കരുതുക. പിന്നീട് മതിയായ കാരണമില്ലാതെ ഒരു 2-3 മാസത്തിന് ശേഷം ആ ഏജൻസി പ്രിൻസിപ്പിൾ അവസാനിപ്പിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ആ സാഹചര്യത്തിൽ ഏജന്റിന് പ്രിൻസിപ്പിൾ മതിയായ കോമ്പൻസേഷൻ നൽകണം. ഇനി തിരിച്ച് 2-3 മാസം കഴിയുമ്പോൾ ഏജന്റ് പറയുകയാണ് പ്രിൻസിപ്പളിനോട്, ഈ ഏജൻസി ഞാൻ റിനൗൺസ് ചെയ്യുകയാണ്, എനിക്കിനി നിങ്ങളുടെ ഏജന്റായിട്ട് തുടരാൻ താല്പര്യമില്ലെന്ന്. അപ്പോൾ ഒരു വർഷത്തേക്ക് മുന്നേ നിശ്ചയിച്ചിരുന്ന ഒരു ഏജൻസി ആയതുകൊണ്ട് തന്നെ നേരത്തെ റിനൗൺസ് ചെയ്തതിന് ഏജന്റ് പ്രിൻസിപ്പളിന് കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പം ഈ 2 കാര്യങ്ങളാണ് സെക്ഷൻ 205 പ്രതിപാദിക്കുന്നത്. ഇനി സെക്ഷൻ 210 provides that termination of authority of an agent causes termination of authority of all sub-agents appointed by him. അതായത് പ്രധാന ഏജന്റിന്റെ അധികാരം ടെർമിനേറ്റ് ആവുമ്പോൾ, അത് അവസാനിക്കുമ്പോൾ അയാൾ നിയമിച്ച സബ് ഏജന്റുമാരുടെ അധികാരവും അതോടുകൂടി അവസാനിക്കും. അപ്പോൾ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജന്റിന് പ്രിൻസിപ്പൾ നൽകിയ അധികാരം റദ്ദാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഏജന്റ് നിയമിച്ച എല്ലാ സബ് ഏജന്റുമാരുടെ അല്ലെങ്കിൽ എല്ലാ സബ് ഏജന്റുമാർക്കും അവരുടെ അധികാരം ആ ആക്റ്റോടുകൂടി നഷ്ടപ്പെടും. കാരണം സബ് ഏജന്റുമാർ പ്രധാന ഏജന്റിന്റെ അധികാരത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെർമിനേഷൻ ഓഫ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് ടെർമിനേറ്റ് ചെയ്യപ്പെടാവുന്നത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ലീഗൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ ഏരിയയിൽ
പഠിച്ചത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഏജന്റ്. എന്തെല്ലാമാണ് ഒരു ഏജന്റിന്റെ കടമകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ. ഫോളോയിങ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ആൻ ഏജന്റ്. 1. ഡ്യൂട്ടി ടു ഫോളോ ഡയറക്ഷൻസ് ഓഫ് ദ പ്രിൻസിപ്പൽ ഇൻ കണ്ടക്ട് ഓഫ് ബിസിനസ്. സെക്ഷൻ 211. സെക്ഷൻ 211 അനുസരിച്ച് ഒരു ഏജന്റ് പ്രിൻസിപ്പൾ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ഒരു ഏജന്റ് ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയും അതുവഴി പ്രിൻസിപ്പളിന് എന്തെങ്കിലും നഷ്ടവും ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഏജന്റ് പ്രിൻസിപ്പളിനോട് ലയബിൾ ആയിരിക്കും. ഏജന്റ് അത്തരത്തിൽ ഉത്തരവാദിയാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു ഷെയർ ബ്രോക്കർ, ഇദ്ദേഹം ഒരു ഏജന്റാണ്. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാനായിട്ട് മാർക്കറ്റ് സാഹചര്യങ്ങൾ പഠിച്ച് അത് കണക്കിലെടുത്തുകൊണ്ട് പ്രിൻസിപ്പൾ ആ ഷെയർ ബ്രോക്കർക്ക് നിർദ്ദേശം നൽകുന്നു. എന്നാൽ അദ്ദേഹം ആ നിർദ്ദേശം പാലിക്കാതെ ആ ഷെയറുകൾ പിന്നെയും ഹോൾഡ് ചെയ്ത് വെക്കുന്നു. സബ്സിക്വൻ്റ് ആയിട്ട് ആ കമ്പനിയുടെ വില കുത്തനെ ഇടിയുകയും പ്രിൻസിപ്പളിന് നഷ്ടമുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പ്രിൻസിപ്പളിനുണ്ടായ നഷ്ടത്തിന് ഏജന്റ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഈ കർത്തവ്യത്തിന്റെ കോൺസിക്വൻസ്. സെക്ഷൻ 211. ഇനി രണ്ടാമത്തത്, ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ. സെക്ഷൻ 212. ഒരു ഏജന്റ് തൻ്റെ കടമ നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ തൻ്റെ ജോലി ചെയ്യുന്നതിൽ ഒരു റീസണബിൾ മാൻ്റെ വിവേകത്തോടു കൂടിയും പ്രോപ്പറായിട്ട് വൈദഗ്ധ്യപൂർണമായ രീതിയിലും തൻ്റെ സ്വന്തം കാര്യത്തിൽ കാണിക്കുന്ന അതേ ശ്രദ്ധയും കഴിവും ഉപയോഗിച്ചുകൊണ്ടും വേണം പ്രിൻസിപ്പളിൻ്റെ ബിസിനസ് കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇതാണ് സെക്ഷൻ 212 നിർദ്ദേശിക്കുന്നത്. ഡ്യൂട്ടി ടു ടേക്ക് റീസണബിൾ കെയർ ആൻഡ് സ്കിൽ. ഇപ്പോൾ ഒരു വസ്തു വിൽക്കാനായിട്ട് ഏജന്റിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഏജന്റ് വിപണി വിലയെക്കുറിച്ച് പഠിക്കുകയും ന്യായമായ ഒരു വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുകയും വേണം. അശ്രദ്ധ കാരണം കുറഞ്ഞ വിലയ്ക്ക് വസ്തു വിൽക്കുകയാണെങ്കിൽ അതിലൂടെ പ്രിൻസിപ്പളിനുണ്ടാകുന്ന നഷ്ടത്തിന് ഏജന്റ് ഉത്തരവാദിയായിരിക്കും. ഇനി 3. ഡ്യൂട്ടി ടു റെന്റ് പ്രോപ്പർ അക്കൗണ്ട്സ് അണ്ടർ സെക്ഷൻ 230. ഏജൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും കൃത്യമായി രേഖപ്പെടുത്തി പ്രിൻസിപ്പളിന് സമർപ്പിക്കാൻ ഏജന്റിന് ബാധ്യതയുണ്ട്. സെക്ഷൻ 213 ഈ കടമയെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഒരു ഉൽപ്പന്നം വിൽക്കാനായിട്ട് ചുമതലപ്പെട്ട ഏജന്റ് വിൽപ്പന നടന്ന തീയതി, ആ വിൽപ്പന നടത്തിയ വിറ്റ വില, ചിലവായ തുക, ഈ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഇവയെല്ലാം അടങ്ങിയ ഒരു റിപ്പോർട്ട് പ്രിൻസിപ്പളിന് നൽകണം. ഇതുവഴി പ്രിൻസിപ്പളിന് നടന്ന ഇടപാടുകളുടെ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നു. അപ്പോൾ അതാണ് ഡ്യൂട്ടി ടു റെൻഡർ പ്രോപ്പർ അക്കൗണ്ട്സ്. ഇനി 4. ഡ്യൂട്ടി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രിൻസിപ്പൽ. സെക്ഷൻ 240. ഏജൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രിൻസിപ്പലിനെ അറിയിക്കാനായിട്ട് ഏജന്റിന് ബാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വസ്തു വിൽക്കാൻ ഏജന്റിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞാൽ ആ വസ്തുവുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയ വിലപേശലുകൾ, അതിൻ്റെ നിലവിലെ വിപണിയിലെ വില, പിന്നെ വാങ്ങാൻ സാധ്യതയുള്ളവർ എത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും,
പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എപ്രകാരമുള്ളവരായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഏജന്റ് പ്രിൻസിപ്പളിനെ അറിയിക്കണം. ഇതിനു പുറമെ തൻ്റെ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഏജൻസി ആ ഒരു ജോലി കർത്തവ്യം നിറവേറ്റുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏജന്റിന് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സാഹചര്യങ്ങളെ പറ്റിയും കൃത്യമായി ഏജന്റ് പ്രിൻസിപ്പളിനെ അറിയിച്ചിരിക്കണം. ഇതറിയിച്ച് പിന്നീട് പ്രിൻസിപ്പൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അത് കേട്ട് അത്തരത്തിൽ വേണ്ടി വന്നാൽ പ്രവർത്തിക്കാനും ഏജന്റ് ബാധ്യസ്ഥനാണ്. അതാണ് സെക്ഷൻ 214 പറയുന്നത്. ഇനി ഡ്യൂട്ടി നോട്ട് ടു അലോ ഹിസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ഹിസ് ഡ്യൂട്ടി ടു കോൺഫ്ലിക്റ്റ് വിത്ത് ഈച്ച് അതർ. സെക്ഷൻ 215. ഒരു ഏജന്റിന് തൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഏജൻസി ജോലിയുമായി കൂട്ടിയിണക്കാൻ പാടില്ല എന്നാണ് 215 പറയുന്നത്. ഇപ്പോൾ 215 പ്രകാരം തൻ്റെ വ്യക്തിപരമായ ഇൻട്രസ്റ്റുകൾ തുറന്നു പറയാതെ ഏജന്റ് ഒരു ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ പ്രിൻസിപ്പളിന് ആ ഇടപാട് നിരസിക്കാനായിട്ട് അവകാശമുണ്ട്. ഇനി ഡ്യൂട്ടി നോട്ട് ടു മേക്ക് സീക്രട്ട് ഗെയിൻസ് ഫ്രം ഏജൻസി. സെക്ഷൻ 216. ഏജൻസി ബിസിനസ്സിൽ നിന്നും രഹസ്യമായി യാതൊരു ലാഭവും പ്രിൻസിപ്പൾ അറിയാതെ ഉണ്ടാക്കാൻ ഏജന്റിന് അധികാരമില്ല. അതാണ് 216 പറയുന്നത്. പിന്നെ ഡ്യൂട്ടി ടു പേ സംസ് റിസീവ്ഡ് ഫോർ പ്രിൻസിപ്പൾ. സെക്ഷൻ 218. ഏജൻസി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏജന്റിന് ലഭിക്കുന്ന എല്ലാ തുകയും പ്രിൻസിപ്പളിന് കൈമാറാൻ ഏജന്റ് ബാധ്യസ്ഥനാണ്. ഇനി എന്തെല്ലാമാണ് ഒരു ഏജന്റിന്റെ അവകാശങ്ങളെന്ന് കൂടി നമുക്ക് നോക്കാം. 1. റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. സെക്ഷൻ 219. താൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ പ്രതിഫലം പ്രിൻസിപ്പളിൽ നിന്ന് ലഭിക്കാൻ ഏജന്റിന് അവകാശമുണ്ട്. ഏജൻസി കരാറിൽ പ്രതിഫലം എപ്പോൾ നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ നൽകണം. ഇല്ലെങ്കിൽ ഇടപാട് പൂർത്തിയാകുമ്പോൾ ഏജന്റിന് പ്രതിഫലം ലഭിക്കാനായിട്ട് അർഹതയുണ്ട്. ഇനി റൈറ്റ് ടു ഇൻഡംനിറ്റി. സെക്ഷൻ 222. ഏജൻസി ബിസിനസിന്റെ ഭാഗമായി ഏജന്റ് നിയമപരമായി ചെയ്യുന്ന കാര്യങ്ങൾ കാരണം എന്തെങ്കിലും നഷ്ടം അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം പ്രിൻസിപ്പളിൽ നിന്ന് തിരികെ ലഭിക്കാനായിട്ട് ഏജന്റിന് അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു ഇൻഡംനിറ്റി. ഇനി റൈറ്റ് ടു ഇൻഡംനിറ്റി ഫോർ ഇഞ്ചുറീസ് കോസ്ഡ് ടു തേർഡ് പേഴ്സൺസ്. സെക്ഷൻ 223. ഏജന്റ് പ്രിൻസിപ്പളിന്റെ നിർദ്ദേശപ്രകാരം നിയമപരമായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മൂന്നാമതൊരു വ്യക്തിക്ക് നഷ്ടമുണ്ടാക്കി കഴിഞ്ഞാൽ ആ നഷ്ടത്തിന് ആ വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരുന്ന ഏജന്റിന് പ്രിൻസിപ്പളിൽ നിന്ന് അത് തിരികെ ലഭിക്കാനായിട്ട് അവകാശമുണ്ട്. അതാണ് 223 പറയുന്നത്. ഇനി റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ ഫോർ ഇഞ്ചുറി കോസ്ഡ് ബൈ നെഗ്ലിജൻസ് ഓഫ് പ്രിൻസിപ്പൾ. പ്രിൻസിപ്പളിന്റെ തന്നെ അശ്രദ്ധ കാരണം ഏജന്റിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കുകൾ പറ്റിയാൽ അതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കാനും ഏജന്റിന് സെക്ഷൻ 225 പ്രകാരം അവകാശമുണ്ട്. ഇനി റൈറ്റ് ടു റീറ്റെയിൻ ഔട്ട് ഓഫ് സംസ് റിസീവ്ഡ് ഓൺ പ്രിൻസിപ്പൾസ് അക്കൗണ്ട്. 270. അതായത് ഏജന്റിന് താൻ പ്രിൻസിപ്പളിന് നൽകാനുള്ള പണത്തിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ചെലവുകൾ, തൻ്റെ കമ്മീഷൻ, മറ്റ് ബാധ്യതകൾ എന്നിവ കിഴിവ് ചെയ്ത് ബാക്കിയുള്ള തുക മാത്രം പ്രിൻസിപ്പളിന് നൽകാൻ അവകാശമുണ്ട്. അതാണ് റൈറ്റ് ടു റീറ്റെയിൻ ഔട്ട് ഓഫ് സംസ് റിസീവ്ഡ് ഓൺ പ്രിൻസിപ്പൾസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 270. അടുത്തത് റൈറ്റ് ഓഫ് ലീൻ ഓൺ പ്രിൻസിപ്പൾസ് പ്രോപ്പർട്ടി. സെക്ഷൻ 221. ലീൻ എന്താണെന്ന് കൃത്യമായി നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇവിടെ ഏജൻസി ബിസിനസിന്റെ ഭാഗമായി ഏജന്റിന് ലഭിക്കാനുള്ള തുക അല്ലെങ്കിൽ തൻ്റെ പ്രതിഫലം
അതല്ലെങ്കിൽ നഷ്ടപരിഹാരം എന്നിവ ലഭിക്കുന്നത് വരെ പ്രിൻസിപ്പലിന്റെ വസ്തുക്കൾ തൻ്റെ കൈവശം വെക്കാനായിട്ട് ഏജന്റിന് അവകാശമുണ്ട്. ഈ അവകാശത്തെയാണ് നമ്മൾ ഏജന്റിന്റെ ലീൻ എന്ന് വിളിക്കുന്നത്. ഇതിനെപ്പറ്റിയാണ് സെക്ഷൻ 221 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഏജൻസി എന്ന് പറയുന്ന സ്പെസിഫിക് കോൺട്രാക്റ്റും അവസാനിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ്സോടുകൂടി നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ മുഴുവൻ ഏരിയയും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. നന്ദി.